നമസ്കാരം. ക്രിക്കറ്റ് ആവേശം തേടിയുള്ള നമ്മുടെ യാത്ര കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ഫസി ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് കാസർഗോഡ് ഉണ്ട് എന്ന് അറിയാമായിരുന്നോ? ഇല്ല. ഇവിടെ എത്തുന്നവരെ നമുക്കൊരു പ്രതീക്ഷയില്ല. കാസർഗോഡ് അവിടുത്തെ ക്രിക്കറ്റിന്റെ ആവേശം എന്താന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി അറിയാൻ പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട്. നമ്മൾ കേരളത്തിന്റെ പല സ്ഥലത്തും നമ്മൾ ഇതിനു മുൻപ് യാത്ര ചെയ്തിട്ടുണ്ട്, പല ഗ്രൗണ്ടുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആസ്വദിക്കാതെ പോയ മൈതാനങ്ങളിൽ ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ കാസർഗോഡ് പറയും. നല്ല സുഖകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 11 വിക്കറ്റ് ഇവിടെ ഉണ്ട്. നല്ല പച്ചപ്പുള്ള പുൽമൈതാനമുണ്ട്, മറ്റ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കുറച്ച് കുറവുകളുണ്ട്. അതായത് കുറവുകൾ എന്ന് പറയുമ്പോൾ പവലിയൻ വരാനുണ്ട്, അനുബന്ധ സൗകര്യങ്ങൾ വരാനുണ്ട്. അതൊക്കെ വരുന്നതോടുകൂടി വലിയൊരു ഒരു ഒരു ക്ലാസ് സ്റ്റേഡിയം പോലെയോ? വരും. അത് മാത്രമല്ല, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ഒക്കെ വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടിമുടി മാറ്റം കാസർഗോഡ് ഉണ്ടാവുകയും ചെയ്യും. സത്യം. അതായത് ഇവിടുത്തെ ക്രിക്കറ്റിന്റെ ആവേശം എന്തെന്നുള്ളത് കേരളം മൊത്തം അറിയാനുള്ള ഒരു സാധ്യത വളരും. അതെ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ, കാസർഗോഡിന്റെ ക്രിക്കറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേഡിയത്തിലാണുള്ളത്. അവിടെ നമുക്കൊപ്പം കാസർഗോഡിന്റെ ക്രിക്കറ്റ് കരുത്ത് 4 പേര് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീഹരി, അസർ, ആഷിഖ് അലി, ഒപ്പം തന്നെ കൈഫ്. അപ്പം ഞാൻ ഈ സൈഡ്, ഞാൻ കൈഫിനൊപ്പം നിൽക്കുന്നു. ഓക്കെ. അപ്പം ഞങ്ങൾ ഈ 4 പേരിലേക്ക് എത്താൻ ഒരു കാരണമുണ്ട്. നമ്മൾ KCL-മായി ബന്ധപ്പെട്ട യാത്രയാണ്. ഇത്തവണ കൈഫ് കോഴിക്കോടിനൊപ്പം, ആഷിഖ് നമ്മൾ ഞെട്ടിച്ച ഒരാളാണ് കേട്ടോ. ആഷിഖ് അലി ഇത്തവണ പുതിയൊരാൾ വരുന്നു കാസർഗോഡ് നിന്ന് എന്ന് കേട്ടപ്പം ആഷിഖ് അലിന്റെ കളി സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മിസ്റ്ററി ബോളർ എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം ആളുകൾ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തീ മാത്രമാണ്. അതായത് ആളുടെ ഒരു ബോളിനെ പേടിക്കണം എന്നുള്ള വിദ്യാർത്ഥിയിൽ KCL-ലേക്ക് ആള് വന്ന വീഡിയോ ഉണ്ട്. അപ്പൊ ആ വീഡിയോയിലൊക്കെ ആൾക്കാർ ഭയങ്കര ഒരു ഇതാണ്, ഈ പ്ലെയറുടെ സ്റ്റൈൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട, അല്ലെ ബോളിങ്ങിന്റെ സ്റ്റൈൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഭയങ്കര കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ KCL നമ്മൾ കഴിഞ്ഞ സീസണൊക്കെ കണ്ടതാണ്. ഈ വർഷം നമ്മൾ കാത്തിരിക്കുന്നത് ആ സ്പെല്ല് എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാ. ശരി ആസറേ, അത് നമ്മള് ആഷിഖ്, കൈഫ്, ശ്രീഹരി കഴിഞ്ഞ തവണ ആലപ്പിക്കൊപ്പം തകർത്ത് കളിച്ചൊരു താരം കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ കാസർഗോട്ടുകാർ ഗംഭീരമാണ്. തീർച്ചയായിട്ടും അത് ഈ പറയുന്നത് പോലെ ഒരുപാട് ടാലൻസ് ഇവിടെ ഉണ്ട്. അത് എന്താ പറയുക, കുറേ ആൾക്കാർ ഇപ്പോൾ ആഷിഖിലാണെങ്കിൽ അണ്ടർ 16 സ്റ്റേറ്റ് ക്യാമ്പിലൊക്കെ ഉണ്ടായ ആളാണ്. അതിനുശേഷം തിരിച്ച് ക്രിക്കറ്റ് ബോളിലോട്ട് കളിക്കണം എന്നുള്ള ആഗ്രഹം വന്നത് തീർച്ചയായിട്ടും KCL-ഉം NSK പോലെയുള്ള ടൂർണമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ട്രോഫി കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്ത ഇനീഷ്യേറ്റീവാണ് തീർച്ചയായിട്ടും ആഷിഖ് അലീനെ പോലെയുള്ളവർക്ക് പ്രചോദനം നൽകുന്നത്. നമുക്ക് വേറൊരു ആഷിഖ് നമുക്കറിയാം, കൊച്ചിയിൽ കളിക്കുന്ന ആഷിഖ് നമുക്കറിയാം. അതും പുള്ളിയും കളിക്കാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് KCL-ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റിനെയാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അതിലേക്ക് നമുക്ക് കളിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ആഷിഖ് അലീനെ പോലെയുള്ളവർ ഇങ്ങനെ ഒരു കംബാക്ക് നടത്താനുണ്ടായ സാഹചര്യം. ഓക്കെ ആഷിഖ്, എന്താണ് അപ്പോൾ ഒരു വളരെ എക്സൈറ്റഡ് ആണോ ഈ പ്രാവശ്യം KCL കളിക്കുക എന്നുള്ളത്? കഴിഞ്ഞ തവണ TV-യിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക, ഇത്തവണ കളത്തിൽ ഇറങ്ങാൻ പോവാണ്. വളരെ എക്സൈറ്റഡ് ആണ്. ആസിർ പറഞ്ഞ പോലെ നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ മുൻപ് ടെന്നീസ് ബോളാണ് കളിച്ചുകൊണ്ടുണ്ടായിരുന്നത്, ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ക്രിക്കറ്റ് ബോൾ അധികം മാച്ചസ് ഇല്ല, ടൂർണമെന്റ്സ് ഇല്ല. അത് അത്ര എളുപ്പമല്ല അങ്ങനെ നടത്താന്നുള്ളത്. നമ്മൾ ടെന്നീസ് ബോൾ പോലെ നമുക്ക് എവിടെയും കളിക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് KC എടുത്ത് ഇങ്ങനെ ഒരു ടൂർണമെന്റ് വെച്ചു. അപ്പോൾ ഞാൻ 1-2 വർഷം അതിങ്ങനെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. ഇവരുടെ കളിയൊക്കെ കാണാൻ തന്നെയാണ് പതിവ്. നമ്മൾ ടെന്നീസ് ബോൾ കളിക്കുന്ന സമയത്ത് അസറിന്റെ ആയാലും ശ്രീരിന്റെ ഒക്കെ ആയാലും മാച്ചസ് ഒക്കെ കാണും, വീഡിയോസ് ഒക്കെ കാണും. അപ്പോൾ എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ഈ രണ്ടാൾക്കാർ. കാരണം കാസർഗോഡ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഇവർ രഞ്ജി കേരളത്തിന് വേണ്ടി കളിക്കുക, നല്ല പെർഫോം ചെയ്യുക. അപ്പം നമുക്കതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. അതുകൊണ്ട് ഇവരുടെ മാച്ചൊക്കെ നോക്കും. അപ്പോഴാണ് ഈ NSK പിന്നെ വേറെ KCL ഈ ടൂർണമെന്റ് ഒക്കെ നടക്കുന്നത് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഏജ് കാറ്റഗറി ഇല്ലാതെ ഉള്ള ആൾക്കാർക്ക്, അതായത് ഏജ് കാറ്റഗറി കഴിഞ്ഞ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു അവസരമാണ്. പിന്നെ ക്രിക്കറ്റ് പോലത്തെ ഗെയിമിൽ അണ്ടർ 19 അണ്ടർ 23 കഴിഞ്ഞാൽ പിന്നെയും അതിനുശേഷം അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും അവരെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് കേരളത്തിലുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് KCL ഈ ചെയ്ത ഇനിഷ്യേറ്റീവ്. അപ്പം താങ്ക്സ് ടു അസർ പറഞ്ഞ പോലെ, താങ്ക്സ് ടു KC ആൻഡ് താങ്ക്സ് ടു അവർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ എസ്പെഷ്യലി. കാരണം ഞാൻ വിചാരിച്ചിരുന്നില്ല, കാരണം ടെന്നീസ് ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഇവർ അങ്ങനെ വെൽക്കം ചെയ്യും, ഇവൻ പ്രിഫർ ചെയ്യുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ ലീഗ് മാച്ചസ് കഴിഞ്ഞു, സെലക്ഷനൊക്കെ വന്നു. അപ്പോൾ അവർ അവിടുത്തെ ഒരു പെർഫോമൻസ് ആണ് നോക്കിയിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് അവരങ്ങനെ ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്നുണ്ടോ, ഇപ്പോൾ എവിടെയാണ് കളിക്കുന്നുള്ളതെന്ന് അങ്ങനെ അധികം ചെക്ക് ചെയ്തില്ല. പെർഫോമൻസ് ഉണ്ടെങ്കിൽ അവർ ചാൻസ് തന്നു. അപ്പം വെരി മച്ച് താങ്ക്സ് ടു കാസർഗോഡ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ ആൻഡ് KC.
എന്തോ ചോദിക്കാനുണ്ട് ഫസിക്ക്. അതായത് ഈ കാസർഗോട്ടുകാരൊക്കെ ആലപ്പുഴയുമായിട്ടൊരു കണക്ഷൻ ആ ഭയങ്കരമായിട്ട് അത് കാണുന്നുണ്ട്. അത് അതായത് മുമ്പ് കളിച്ചതായാലും ഇപ്പം ഇപ്പൊ കളിക്കുന്നതായാലും ഒക്കെ ഒരു ആലപ്പുഴ കാസർഗോഡ് ഈ കണക്ഷൻ ഉണ്ട്. അസറുദ്ദീൻ ഓപ്ഷൻ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പിള്ളേരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അസറെ. അങ്ങനെയൊന്നുമല്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം ശ്രീഹരിയും കൈഫും ഉണ്ടായിരുന്നു ടീമിന്റെ കൂടെ. അപ്പം എന്തായാലും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, രഞ്ജി കളിക്കുന്നവരാണ്. കൈഫാണെങ്കിൽ അവിടെ സെലക്ഷൻ ട്രയൽസിന് വന്ന് പെർഫോം ചെയ്ത ആളാണ്. അപ്പം സെലക്ട് ചെയ്യുന്ന ആള് ഞാനല്ല, അതിന്റെ പുറകിൽ ആൾക്കാരുണ്ട്. പിന്നെ നമ്മളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വിളിക്ക് മറ്റേ ചെന്നൈ സൂപ്പർ കിങ്സിനൊക്കെ ധോണിയെ വിളിച്ച് റെഫർ ചെയ്യുന്നത് പറയാറുണ്ട്. അതേപോലെ ഒരു വിളിക്കലുണ്ട്, കാസർഗോഡ് ഒരു പ്ലെയർ ഉണ്ട്, എടുത്തോട്ടെ എടുത്തോ. നമ്മുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഞാനല്ല സെലക്ട് ചെയ്യുന്നത്, അതിന് വേറെ ആൾക്കാർ. പക്ഷെ ആഷിഖിന്റെ കാര്യത്തില് പേരെഴുതി വെച്ച ജലജ് സക്സേനയാണ്. അത് തീർച്ചയായും നമ്മളത് അങ്ങോട്ട് പറയേണ്ട പോലും വന്നിട്ടില്ല. ജലജ് ഭായ് NSK ടൂർണമെന്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളി തന്നെയാണ് ഇങ്ങോട്ടേക്ക് പേര് പറഞ്ഞത്, ആഷിഖ് അലീനെ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ. ശ്രീഹരി കഴിഞ്ഞ തവണ KCL ആലപ്പുഴ ഭാഗമുണ്ടായിരുന്നു. രഞ്ജി ട്രോഫിയിൽ നമ്മുടെ അവസാന മത്സരത്തിൽ പോലും കളിച്ചു. അപ്പം ഇത്തവണ KCL ഒപ്പം ഇല്ല. പക്ഷെ എന്നാൽ പോലും ശ്രീഹരിയെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് മനോഹരമായ ബോളിംഗ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ശ്രീഹരി, എന്താണ് നമ്മുടെ പ്ലാന്? നമ്മളെ അടുത്ത രഞ്ജി തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതെ, തീർച്ചയായിട്ടും സീസൺ വരികയാണ്. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സീസണോട് ചെയ്യാനുള്ളത്. ഞങ്ങൾ ഇത്രയും കാലം എന്തേ ഇവിടെ എത്താൻ വൈകി എന്നാണ് ആലോചിക്കുന്നത്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്. എന്താ പറയുക, ആദ്യം തന്നെ വലിയ താങ്ക്സ് ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. പിന്നെ ഇത്രയും ഇതുപോലൊരു ഒത്തിരി നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രൗണ്ട്, നല്ല ഫെസിലിറ്റീസ്, നല്ല സപ്പോർട്ട് സ്റ്റാഫ്, അത് KDCയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസും ഗൈഡൻസും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. സോ അടിപൊളി. ശരി, ഫസി ഇങ്ങോട്ട് വന്നപ്പം പറഞ്ഞു അസറുണ്ട്, കൈഫുണ്ട്. അസറും കൈഫും ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ അവിടെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. എന്നാലും ഫസിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതിൽ. സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു പേരിനോട് ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ഈ പേരുകളൊന്നും ഇതിന് മുമ്പ് കേട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മാത്രമാണ്. ഇപ്പൊ കേൾക്കുന്നത് നമ്മൾ KCL-ലാണ്. അപ്പൊ ആ ഒരു സ്റ്റോറി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആ ഒരു പേരിനോട് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആ പേരിനോട് ഒരു ഫാമിലി ഒരു കണക്ഷൻ ഉണ്ടാവും. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പം അസർബൈൻ്റെ ഒക്കെ നമ്മൾ കേട്ടിട്ടാണ് ബ്രദറാണ് പേരിട്ടത് എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് കൈഫ് എന്നുള്ള ഒരു പേര് വന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്. വാപ്പ ഭയങ്കര ഒരു ക്രിക്കറ്റ് പ്രേമിയാണ് പണ്ടോട്ടെ. അപ്പോൾ 2002-ലാണ് നെറ്റ് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ പോയിട്ട് കൈഫ് യുവരാജിന്റെ പാർട്ട്ണർഷിപ്പിൽ കളി ജയിക്കുന്നത്. അപ്പം അതന്നെ അപ്പം ആ ഒരു ഇൻസ്പിറേഷനിലിട്ട പേരാണ്. വാപ്പ പണ്ടോട്ടെ ഈ നാട്ടിലുള്ള ടെന്നീസ് ബോൾ അങ്ങനത്തെ ചെറിയ രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ടോട്ടെ ഈ ക്രിക്കറ്റ് ഹരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് ചെറുപ്പം തൊട്ടേ ഉണ്ട്. ഞാൻ 2002-ലാണ് ജനിക്കുന്നത്. അതിന് ശേഷം ഞാൻ 2002 മാർച്ചിലാണ് ജനിക്കുന്നത്. അപ്പം ഇത് ഫെബ്രുവരിയിൽ ആ ഒരു ടൈമിലാണ് ഈ കളി നടക്കുന്നത്. അപ്പം അങ്ങനെ അടുത്ത മാസം ഞാൻ ജനിക്കുന്നത്. അപ്പം അങ്ങനെ പേരിട്ട ഒരു മാസം കരുതി വെച്ചു പേര്. പക്ഷെ അതൊരു ഗുണമായി തോന്നുന്നുണ്ടോ ഈ പറഞ്ഞതുപോലെ കൈഫ് എന്നുള്ള പേര്? ഒരു കൂട്ടുകാരോടൊക്കെ പറയുന്ന സമയത്ത് കൂടുതൽ പരിചയപ്പെടുത്തലൊന്നും വേണ്ടല്ലോ കൈഫ് എന്നുള്ള പേരുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഒരു കോൺവെർസേഷൻ വരുന്നത് തന്നെ ആ ഒരു പേരുള്ളതുകൊണ്ടാണ് എന്നാണ്. ഇപ്പൊ എല്ലായിടത്തും ഇപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ മുഹമ്മദ് കൈഫാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ എക്സ്ട്രാ ഉള്ള ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട് എപ്പോഴും. അപ്പൊ എന്താണ് അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്തായാലും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങനെ പേര് വരാനുള്ള കാരണം, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു കാര്യം പറയാൻ പറ്റുന്നുണ്ട് എപ്പോഴും. ബാപ്പാന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഈ പേര് വന്നത് എന്നുള്ളതൊക്കെ എപ്പോഴും പറയാൻ പറ്റുന്നുണ്ട്. വാപ്പ എന്നൊരു നമുക്ക് 1983-ലെ രമേശന്റെ വരിക്കാണ്. അത് വാപ്പ ക്രിക്കറ്റ് കളിച്ച് വരുന്നു, മകനെ ക്രിക്കറ്റിലേക്ക് ഇറക്കി വിടുന്നു, ആ ഒരു ഇഷ്ടപ്പെട്ട താരത്തിന്റെ പേരും കൊടുക്കുന്നു. എല്ലാ മാച്ച് കാണാനും വരും. പ്രത്യേകിച്ച് കാസർഗോഡിന്റെ ലീഗ് മാച്ചസ് ഒക്കെ കാണാൻ ബാപ്പ എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ പ്രാക്ടീസ് ഡേയ്സിലൊക്കെ വരും. എനിക്കൊന്ന് നമ്മളിവിടെ ലീഗൊക്കെ ഇപ്പോഴും ഉണ്ട്. അതാ പറഞ്ഞു, അവൻ എപ്പോഴൊക്കെ ഗ്രൗണ്ടിൽ വരുന്നുണ്ട് അപ്പോഴൊക്കെ കൂടെ ഉണ്ടാവും. നമ്മളിവിടെ ലീഗ് നടക്കുകയാണെങ്കിൽ കൈഫിന്റെ വാപ്പൻ എന്ന് വിളിക്കണം. ഇന്ന് ഈ വർഷം ലീഗ് T20 നടന്നത്. അപ്പോൾ രാവിലത്തെ മാച്ച് ഈ പറയുന്ന പോലെ 8:30 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവർ ഏറ്റവും ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അത്യാവശ്യം ഒരു 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7:30-7:45 ഗ്രൗണ്ടിൽ വരുമ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ടാവും, വാപ്പയും മോനും. അപ്പോൾ മൂപ്പർ ആദ്യം ഗ്രൗണ്ടിൽ വരുന്ന മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ കളിയോട് അത്ര കമ്പമുള്ള ആളും കൂടിയാണ്. അത് കൊള്ളാം. അപ്പം കൈഫേ, ഇത്തവണ വള്ളംകളിയുടെ നാട്ടിൽ നിന്ന് ഹലുവയുടെ നാട്ടിലേക്കാണ് വരവ്. മധുരം ഉള്ളതാണ് ഇത് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നല്ല സ്ട്രോങ് ടീമാണ്. അതെ നല്ല സ്ട്രോങ് ടീമാണ്. ഇവനും കൂടെ വന്നപ്പോൾ അത് ഡബിൾ സ്ട്രോങ് ആയെന്ന് ഇവൻ പറയുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ. മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ലപടി നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി കഴിഞ്ഞ സീസണിന്റെ ഓർമ്മകള് അനുഭവങ്ങളൊക്കെ എത്രത്തോളം കരുത്തുണ്ട്?
തീർച്ചയായിട്ടും നല്ലൊരു മാച്ച് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നല്ല സാധനങ്ങൾ മാത്രം നമ്മൾ ആലോചിച്ചിട്ട് ഈ സീസണും നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോകുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോവുക. ബാക്കി അതിൻ്റെ ഞാനൊരു കുനിഷ്ഠ ചോദ്യം ചോദിച്ചോട്ടെ. ഈ ആലപ്പി വേഴ്സസ് കാലിക്കറ്റ് കളി വന്നാൽ ആര് ജയിക്കും? കാലിക്കറ്റ് ജയിക്കും. ആര് ജയിക്കും ആഷിക്ക്? അതിപ്പോ ആരായാലും അങ്ങനെയല്ലേ പറയുള്ളൂ. ആലപ്പി ഞാൻ എന്റെ ടീമേ പറയുള്ളൂ. ആലപ്പി. ആലപ്പി. കാലിക്കറ്റ് ആണോ? കാലിക്കറ്റ് ജയിക്കും. ആണോ? അസർ? എനിക്ക് തോന്നുന്നത് ആലപ്പി തന്നെയാന്ന് ആ, തോന്നുന്നു. പക്ഷെ ഇതൊന്നുമല്ല. ശ്രീഹരി എന്ന് പറയും. ആ. മഴ പെയ്തു. മഴ പെയ്ത് കളിയൊക്കെ മാറ്റി വെച്ചാൽ മതി. ഓക്കെ. പക്ഷെ അതൊരു മത്സരമായിരിക്കും. പക്ഷെ അത് കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തായാലും അതൊരു എന്താ പറയാ മനോഹരമായിട്ടുള്ള ഒരു മത്സരമാകും. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ വലിയ വൈകി എന്നുള്ളത് നമ്മൾ തുടക്കത്തിലെ ചോദിക്കുന്നത്. നമ്മളെപ്പോഴും മറ്റേ രാജഗിരിയും കൃഷ്ണഗിരിയും ഒക്കെ പറയുന്ന പോലെ ഒരു ഈ പേര് പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി അങ്ങോട്ട് പറയും. ഇനി അങ്ങോട്ട് കാസർഗോഡിന്റെ പേരും അടയാളപ്പെടുത്തും. മാത്രമല്ല കാസർഗോഡിന്റെ മുഹമ്മദ് അസറുദ്ദീൻ തിരികൊളുത്തി കൊടുത്ത ഒരു വിളക്കുണ്ട്. അതിങ്ങനെ അണയാതെ കത്തുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ കൈഫുണ്ട്, ശ്രീഹരിയുണ്ട്, ഇപ്പോഴിതാ ആഷിക്ക് കൂടി വരികയാണ്. ഒരുപാട് ആളുകൾ സഞ്ചരിച്ച് വരാനുമുണ്ട്. അപ്പം കാസർഗോഡിൻ്റെ കരുത്ത് നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മുടെ യാത്ര മറ്റൊരിടത്ത് കാണാം.